2025 ആകുമ്പോൾ ഇന്ത്യ ലോകം വളരെ വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെടുമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രവചനമുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അന്ന് ആ പ്രവചനം നടത്തുമ്പോൾ രാജ്യം ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. അന്ന് ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കുറച്ചുകൂടി മുതിർന്ന ചെറുപ്പമൊക്കെ ആയിരുന്ന സമയത്താണ് ഇത് കേൾക്കുന്നത്. അന്ന് അങ്ങനെ സങ്കല്പിക്കാൻ പോലും കഴിയുകയില്ല. കാരണം അമേരിക്ക എന്ന് പറയുന്ന വലിയ സാമ്രാജ്യത്വം മുന്നിൽ നിൽക്കുന്നു. സോവിയറ്റ് റഷ്യയുണ്ട്, ചൈനയുണ്ട്, പിന്നെ ജപ്പാനുണ്ട്, സിംഗപ്പൂരുണ്ട്, മലേഷ്യ, ഇങ്ങനെ വൻകിട ശക്തികളാണ്. ബ്രിട്ടനുണ്ട്. അവരാരും ചെറിയ ആളുകളല്ല. അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തോക്ക് ധരിക്കാത്ത, അല്ലെങ്കിൽ വെടിയുണ്ട കയ്യിലെടുക്കാത്ത ലോക പോലീസാണ്. അവർ എന്ത് പറയുന്നു എന്നതിനനുസരിച്ചാണ് ലോകം തിരിഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നിതാ ഇപ്പോൾ ഇതെല്ലാം മാറി ലോകം ഇന്ത്യയിലെ ഒരു നേതാവിലേക്ക് ശ്രദ്ധ വരുന്നു എന്നുള്ളത് അത്ഭുതമാണ്. ഒരുപക്ഷെ ഭാരതം ലോകത്തിന് നൽകിയ വലിയ അത്ഭുതങ്ങളിൽ ഒന്നാണോ ഈ ഒരു നേതൃത്വം. ഞാൻ പറഞ്ഞു വരുന്നത് നരേന്ദ്രമോദിയെക്കുറിച്ചാണ്. മോദിയുടെ രാഷ്ട്രീയവും മോദിയുടെ സംഘപരിവാർ ബന്ധവും മോദി ഗുജറാത്ത് കലാപം ഉണ്ടാക്കിയതിൽ മോദിയുടെ പങ്കും, BJP നേതാവ് എന്നുള്ള നിലയിൽ മോദിയുടെ പ്രവർത്തനങ്ങളും, ഇന്ത്യയിൽ മോദി ചെയ്യുന്ന ഏത് പ്രവർത്തനത്തെയും നമുക്ക് എതിർക്കാം, വിയോജിക്കാം. അങ്ങനെ എതിർക്കുകയും വിയോജിക്കുകയും ചെയ്യുന്നത് ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യം കൂടിയാണ്. ഡിസൻറ്റാണ് ഡെമോക്രസി. ഡെമോക്രസി ഈസ് ഡിസൻറ്റ്, ഡിസൻറ്റ് ഈസ് ഡെമോക്രസി എന്നാണല്ലോ. അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ എല്ലാ നയങ്ങളെയും, BJPയുടെ നയങ്ങളെയും, സംഘപരിവാർ നയങ്ങളെയും, RSS നയങ്ങളെയും അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ഒക്കെ നമുക്ക് ചെയ്യാം. അതിനകത്തൊന്നും ആർക്കും ഒരു ചോദ്യത്തിനും പ്രസക്തിയില്ല. മാധ്യമപ്രവർത്തകർക്ക് ചോദ്യം ചോദിക്കാം, ചോദിക്കാതിരിക്കാം, എല്ലാം നമുക്ക് അനുവദനീയമാണ്. പക്ഷേ ലോകത്തിങ്ങനെ ഒരു നേതാവ്, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നരേന്ദ്രമോദി എല്ലാ മേഖലയും കീഴടക്കുന്നതാണ് നാം കണ്ടത്. ഇന്നലെ ഇസ്രായേലിൽ പോയപ്പോൾ നെതന്യാഹുവിൻ്റെ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ സ്പീച്ചിലും ഓരോ വാക്കിലും MP-മാർ എണീറ്റ് നിന്ന് കൈയടിക്കുന്ന രംഗമൊക്കെ ഒരു ഭാരതീയൻ എന്നുള്ള നിലയിൽ, ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. അവിടെയുള്ള ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ആനന്ദലബ്ധിക്ക് ഇനി എന്തു വേണം? കാരണം ഒരു രാഷ്ട്രത്തിൻ്റെ തലവനെ മറ്റൊരു രാഷ്ട്രം സ്വീകരിക്കുന്നത്. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അതിനുമല്ല. പരമോന്നത ബഹുമതി, അവരുടെ സിവിലിയൻ അവാർഡ് കൊടുത്തു, അതും അല്ല വിഷയം. 100 കോടി 100 ദശലക്ഷം ഫോളോവേഴ്സ്, 10 കോടി ഫോളോവേഴ്സുള്ള ഒരു ലോക നേതാവ് നരേന്ദ്ര ദാമോദർ മോദി തന്നെയാണ്. ഇൻസ്റ്റഗ്രാം അദ്ദേഹം തുടങ്ങുന്നത് 2014 പ്രധാനമന്ത്രിയാകുമ്പോഴാണ്. ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ അദ്ദേഹത്തിന് 10 കോടി ആളുകൾ, അതായത് 100 ദശലക്ഷം ആളുകൾ ഉള്ള നേതാവായി അദ്ദേഹം മാറി. അദ്ദേഹത്തിൻ്റെ താഴെ ഉള്ളത് ഡൊണാൾഡ് ട്രംപാണ്. പക്ഷെ അത് 4 കോടിയേ ഉള്ളൂ. 4 കോടി എവിടെ കിടക്കുന്നു? 10 കോടി എവിടെ ഇരിക്കുന്നു? അതുപോലെ തന്നെ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാൻഡോ 1.5 കോടി ജനങ്ങളുടെ ഉണ്ട്. ബ്രസീൽ പ്രസിഡൻ്റായ ഇനാസിയോ ലാഡ സിൽവ 1.44 കോടി. തുർക്കി പ്രസിഡന്റ് റസ്പ് തയ്യിപ്പ് എൽദോഗൻ 1.16 കോടി. അർജൻറ്റീന പ്രസിഡന്റ് 64 ലക്ഷം. തുടങ്ങിയ 5 സ്ഥാനത്തുള്ള ലോക നേതാക്കളുടെ ഫോളോവേഴ്സിൻ്റെ കണക്കെടുത്താലും മോദിയാണ് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയ നേതാക്കളുടെ കണക്കെടുത്താൽ മോദിക്ക് തൊട്ട് പിന്നാലെ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് ഉണ്ട്, 1.61 കോടിയാണ്. രാഹുൽ ഗാന്ധി നേരത്തെ വളരെ മുന്നിൽ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ 1.26 കോടിയായി താഴേക്ക് പോയിട്ടുണ്ട്. ഇതിനകത്തുള്ള വളരെ വലിയൊരു കൗതുകം എന്തെന്നാൽ, ആരാണ് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുന്നത്? 30 വയസ്സിന് താഴെയുള്ള ജെൻസികളാണ് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുന്നത്. ചെറുപ്പക്കാരികളും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുമാണ് ഇൻസ്റ്റഗ്രാം കൂടുതൽ ഫോളോ ചെയ്യുന്നത്. നരേന്ദ്രമോദിയുടെ ഓരോ പോസ്റ്റും
10 കോടി ആളുകൾ കാണുന്നു എന്ന് പറഞ്ഞാൽ, അതും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കാണുന്നു എന്ന് പറഞ്ഞാൽ ചെറുതല്ല, നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതല്ല. എത്രയോ ഉയരങ്ങളിലാണ്. പ്രായം കൊണ്ടും നരച്ച, നല്ല പ്രായമുള്ള, നരച്ച മുടിയുള്ള, നരച്ച താടിയുള്ള, കൊച്ചുകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു അപ്പൂപ്പൻ്റെ പ്രായമുള്ള ഒരു വ്യക്തി, അങ്ങനെ വലിയ ആരാധനയൊന്നും, സെലിബ്രിറ്റി അല്ല, സിനിമാ നടനല്ല, കലാകാരനല്ല, ഗായകനല്ല, ഗായികയല്ല, നൃത്തമല്ല, അങ്ങനെയുള്ള ഒരു സംവിധാനം, ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമാണ്. പക്ഷേ ആ രാഷ്ട്രീയ നേതാവായിട്ടുള്ള മോദിക്ക് ഇത്രയധികം ഫോളോവേഴ്സ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ഇന്ന് ലോകത്തിൻ്റെ അത്ഭുതമാണെന്ന് മാത്രമല്ല, സോഷ്യൽ മീഡിയയുടെയും അത്ഭുതമാണ്. എങ്ങനെയാണിത് സാധിക്കുക? ആ കരിസ്മാറ്റിസം ലോകത്തിലെ പോയ രാജ്യങ്ങളിലൊക്കെ അവിടെ വലിയ ചലനമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ന് ലോകരാഷ്ട്രങ്ങൾ, ലോക നേതാക്കൾ തിരിഞ്ഞു നോക്കുന്നത്, അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ശബ്ദം ഇന്ത്യയുടേതാണ് എന്നുള്ളത് വളരെ വലിയ സാധ്യതയാണ്. സാങ്കേതിക വിദ്യകളിലും നമ്മൾ ഡിജിറ്റൽ ഇന്ത്യ ആവട്ടെ, നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ ലോകത്തിൻ്റെ അത്ഭുതമാണ്. 140 കോടി ജനങ്ങൾ UPI വഴി, പിന്നെ ഗൂഗിൾ പേ വഴിയും ഫോൺ പേ വഴിയും GPay വഴിയൊക്കെ പണമടയ്ക്കുന്ന, വളരെ സാധാരണക്കാരായ കപ്പലിൻ്റെ കച്ചവടക്കാരൻ വരെയുള്ള ഒരു ഇന്ത്യ ലോകത്തിൽ നിന്ന് അത്ഭുതമാണ്. മേക്ക് ഇൻ ഇന്ത്യ മറ്റൊരത്ഭുതമാണ്. യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കുന്ന ഇന്ത്യ, റെയിൽവേ ഉണ്ടാക്കുന്ന, ഹൈഡ്രജൻ ബുള്ളറ്റ് ട്രെയിനുകൾ ഉണ്ടാക്കുന്ന ഇന്ത്യ ലോകത്തിനൊരു അത്ഭുതമാണ്. ഇത് നമുക്ക് രാഷ്ട്രീയമായി, ഞാൻ വീണ്ടും പറയുന്നു, രാഷ്ട്രീയമായി നമുക്ക് എതിർക്കാം, രാഷ്ട്രീയ നയങ്ങളെ നമുക്ക് എതിർക്കാം, രാഷ്ട്രീയ പാർട്ടികളെ എതിർക്കാം, എല്ലാം ചെയ്യാം. പക്ഷേ അതെല്ലാം ചെയ്യുമ്പോഴും ഒരു വ്യക്തി എന്നുള്ള നിലയിൽ മോദിക്ക് കിട്ടുന്ന അംഗീകാരത്തെ അസൂയോടുകൂടി അല്ലാതെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അത് വലിയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എടുക്കുമ്പോൾ മറ്റൊരു വ്യക്തിക്ക് കിട്ടുന്ന ഇത്രയും വലിയ റീച്ച് ലോകത്തിൻ്റെ ഇടയിൽ, പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഇടയിൽ, വിദ്യാർത്ഥികളുടെ ഇടയിൽ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ്. ഞാൻ ഇസ്രായേലിൻ്റെ പാർലമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. മോദി പ്രസംഗിക്കുന്ന ഓരോ വാക്കുകൾക്കും പാർലമെൻറ്റ് MP-മാർ എണീറ്റ് നിന്ന് മോദി 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 എന്ന് ആർത്ത് വിളിക്കുന്ന കാഴ്ച ചാനലിൽ കാണുകയാണ്. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യം, ഈ പ്രാധാന്യം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു വ്യക്തിത്വത്തെ, ഇത്രയും വലിയ ഈ കിട്ടുന്ന റീച്ചിനെ ഇന്ത്യൻ ജനത മനസ്സിലാക്കിയിട്ടുണ്ടോ? അതിനനുസരിച്ച് ഉയരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ അവസാനമായി പറയട്ടെ, തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് അവിടെ നിന്നാണ് തുടങ്ങിയത്, അവിടെ തന്നെ അവസാനിപ്പിക്കാം. BJP-യെയും സംഘപരിവാറിനെയും രാഷ്ട്രീയത്തോട് നമുക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായി ഒരു രാഷ്ട്രീയ പാർട്ടികളോടും വ്യക്തമായി താല്പര്യം കൂടുതലോ കുറവുള്ളവരല്ല ഞങ്ങളെ ചാനലൊക്കെ. പക്ഷേ കാര്യകാരണ സഹിതം നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ 10 കോടി 100 ദശലക്ഷം ഫോളോവേഴ്സുള്ള ഒരു വലിയ നേതാവായി മോദി മാറുമ്പോൾ അതിലൂടെ അഭിമാന രംഗത്തെത്തുന്നത് ഇന്ത്യ കൂടെയാണ്. ലോകത്തിൻ്റെ ഭൂപടത്തിൽ ഇന്ത്യയുടെ ദിനങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. അതൊരു പക്ഷേ കാലത്തിൻ്റെ കാവ്യ നീതി കൂടിയായിരിക്കാം.